എല്ലാവർക്കും നമസ്കാരം. മലയാളി ഹോം മേക്കറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യലായ പോർക്ക് വരട്ടിയതാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നാടൻ വിഭവമാണ്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി വേണം. ഞാനിവിടെ ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി വേണം. ഞാനിവിടെ ഒരു 10-25 ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചതച്ചാണ് കറിയിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം. ഇതൊരു എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 3 എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇഞ്ചി വേണം. അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി നമ്മൾ ചതച്ചിട്ടാണ് നമ്മുടെ ഈ പോർക്കിറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില വേണം. അപ്പോൾ കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. ഇനി നമുക്ക് മുളക് പൊടി വേണം. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഗരം മസാല 2 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി വേണം. അതൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള പോർക്കിറച്ചി. ഇത് ഞാനൊരു 1.5 കിലോ പോർക്കിറച്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കറിയിൽ ചതച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കറികളിൽ ചതച്ച് ചേർത്താൽ കറിക്ക് സ്വാദ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചതച്ച് ചേർക്കുന്നത്. ഇപ്പോൾ കല്ലിൽ ചതച്ചില്ലെങ്കിലും മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താലും മതി. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. കല്ലിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കല്ലിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലാണ് ഞാനിന്ന് പോർക്കിറച്ചി വേവിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിറച്ചി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3 ചതച്ച് ചേർക്കുമ്പോൾ ഇതിന് സ്വാദ് കൂടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പില ചേർത്ത് കൊടുക്കുക. വേപ്പിലയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് വേപ്പില ചേർക്കാം. ഇതെല്ലാം ചേർത്ത ശേഷം ഇത് നമുക്ക് ആ ഇറച്ചിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു കൈ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം ഇറച്ചിയിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ വെച്ച് തിരുമ്മി പിടിപ്പിക്കുന്നത്. സ്പൂൺ വെച്ച് ചെയ്താൽ അത്ര അങ്ങോട്ട് ശരിയായി വരില്ല. അപ്പോൾ കൈ വെച്ച് തന്നെ കുഴച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരിക്കും നമ്മൾ സാധാരണ പൊടിയൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ നമ്മളുടെ പോർക്കിറച്ചി വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്യാസ് ഓൺ ചെയ്തിട്ട് പോർക്കിറച്ചി വെക്കാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം പോർക്കിറച്ചിയിൽ നല്ല നെയ്യ് ഉണ്ടാവും, അതുപോലെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സാധാരണ ബീഫൊക്കെ വേവിക്കുന്ന അത്രയും സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു പാത്രത്തിൽ വെച്ചാലും മതിയാവും. പിന്നെ നിങ്ങളുടെ കയ്യിൽ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ. കണ്ടോ, നമ്മുടെ പോർക്കിറച്ചിയൊക്കെ ഏതാണ്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളമൊക്കെ ഒന്ന് പറ്റണം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് പോർക്കിറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുക, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്തത്. ചതച്ചിട്ട് നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറികളിൽ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് ചതച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഉള്ളി അരിഞ്ഞ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ചതച്ച് ചേർത്താൽ ഇത്തിരി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കറിയിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് നമ്മൾ വേവിച്ചപ്പോൾ. ഇപ്പോഴും ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയൊക്കെ നമ്മുടെ കറിയിൽ കൂടുതലുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ
അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ഒന്ന് വെന്ത് വരണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂണാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാട്ടോ ഉപയോഗിക്കുന്നത്, കാശ്മീരി മുളക് പൊടിയല്ല. കുറച്ച് എരിവുള്ളൊരു കറിയാണിത്, അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇനി നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ചേർക്കുന്നത്. നമ്മുടെ ഗരം മസാലയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ കൂടുതലും മല്ലിപ്പൊടിയുടെ അംശമായിരിക്കും. മസാലേനേക്കാളും കൂടുതൽ അതിൽ മല്ലിപ്പൊടിയുടെ അംശമായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരണ വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ മസാലയൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മസാല ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കറികൾക്ക്. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് അതൊന്ന് മൂത്ത് വരണം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം കുറച്ചൊന്ന് പറ്റണം. ഒരുപാട് പറ്റി പോകണ്ട, കുറച്ചൊന്ന് പറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പറ്റി മസാല ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പോർക്കിറച്ചി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പോർക്കിറച്ചി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ ഈ ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുക്കണം. നമ്മളിത് വരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഇറച്ചിയാണിത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് വരട്ടിയതാണിത്. പോർക്കിറച്ചി പല രീതിയിൽ കറി വയ്ക്കാറുണ്ട്, പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.